നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മേയറും അതേപോലെ തന്നെ KSRTCയിലെ ഒരു ഡ്രൈവറും ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് നടന്നത്? അപ്പോൾ രണ്ടുപേരും രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ പറയുന്നത് സൈഡ് കൊടുത്തില്ല, വണ്ടി തട്ടാൻ പോയി എന്നൊക്കെയാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. എന്നാൽ യദു പറയുന്നത് സൈഡ് കൊടുത്തിട്ടും കയറിപ്പോകുന്നില്ല, ഹോൺ അടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് യദു പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ പാളയത്ത് വെച്ച് ഈ ബസ്സിന് കുറുകെ നമ്മുടെ മേയറുടെ വാഹനം കൊണ്ട് നിർത്തുന്നു. പിന്നെ മേയറും അതേപോലെ തന്നെ ഭർത്താവായ MLAയും ഇറങ്ങിയിട്ട് പിന്നെ കാണിക്കുന്നത് അവിടെ ഫുള്ള് ഷോ ഓഫാണ്. അപ്പോൾ നമ്മുടെ ആര്യ രാജേന്ദ്രൻ ശ്രീമതി പറയുന്നുണ്ട്, എന്ത് ബസ് ഓടിക്കുമ്പോൾ ഇവരെ നോക്കി ലൈംഗിക ചേഷ്ടകൾ നമ്മുടെ ഡ്രൈവർ കാണിച്ചു എന്നൊക്കെ. അതൊക്കെ ഉന്നയിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ, അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇടയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യമൊന്നുമല്ല. ആടിനെ പട്ടിയാക്കുക എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. ആടിനെ പട്ടിയാക്കുക എന്നുള്ള ചൊല്ല് അത് യഥാർത്ഥത്തിൽ നടത്തിയിരിക്കുന്നത് കൈരളി ന്യൂസാണ്. കൈരളി ന്യൂസ്. അപ്പോൾ ഇത്രയും മീഡിയാസ് റിപ്പോർട്ട് ചെയ്തതിന് നേരെ എതിരായിട്ടാണ് കൈരളി വാർത്ത നൽകിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വരുള്ളൂ. പാർട്ടിക്കെതിരായിട്ട് ഇന്നേ വരെ കൈരളി വാർത്ത നൽകിയിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ ഇന്നേ വരെ കൈരളി ന്യൂസ് നൽകിയിട്ടില്ല അങ്ങനെ ഒരു വാർത്ത. ഇപ്പോൾ ഒരാളെ മർദ്ദിച്ചാലും അത് രക്ഷപ്പെടുത്താനുള്ള ഇതായിട്ട് കൈരളി ന്യൂസുകാർക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പോൾ കൈരളി കൊടുത്തിരിക്കുന്ന ന്യൂസ് ഇങ്ങനെയാണ്: യദു എന്ന് പറയുന്ന ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വണ്ടി തടഞ്ഞു നിർത്തി ഡോറ് തുറന്നപ്പോൾ എന്തോ ഒരു സാധനം വലിച്ചെറിയുന്നു. അത് ഒരു ലഹരി വസ്തുവാണെന്നാണ് കൈരളി ന്യൂസ് അഭിപ്രായപ്പെടുന്നത്. ഇതിൻ്റെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, രസകരമായിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കൈരളി ന്യൂസിനോട് ഞാൻ പറയുകയാണ്, ഈ യദു എന്ന് പറയുന്ന വ്യക്തിയെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ എടുക്കുമ്പോൾ അറിയാൻ കഴിയുമല്ലോ ലഹരി ഉപയോഗിച്ചിട്ടാണ് വാഹനം ഓടിച്ചിട്ടുള്ളതെന്നുള്ളത്. മെഡിക്കൽ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. എന്നാൽ മെഡിക്കൽ എടുത്തു, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്ത് തരത്തിലാണ് നിങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്തെങ്കിലും തെളിവുണ്ടോ? അതില്ല. എന്തോ ഒരു വസ്തു ഇടുന്നുണ്ട്, ഒരു പേപ്പർ പോലത്തെ എന്തൊരു വസ്തു ഇടുന്നുണ്ട്. അത് ലഹരിയാണെന്നാണ് കൈരളി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെയും അതേപോലെ തന്നെ MLAയും നല്ലവരായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൈരളി ന്യൂസ് ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യദു എന്ന് പറയുന്ന ഒരു വ്യക്തി BMS യൂണിയനിലെ അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏത്? യദു ലഹരി ഉപയോഗിച്ചിട്ടാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത് എന്നൊക്കെ കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ കാരണം. ഇതൊരു ഇടതനുഭാവി യൂണിയനിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേസ് തള്ളി മാഞ്ഞു പോയാനേ, ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോവില്ലായിരുന്നു. അതൊക്കെ പാർട്ടിയിൽ തന്നെ സംസാരിച്ച് തീരുമാനിക്കും. ഇതിപ്പോൾ BMS അനുഭാവി ആയതുകൊണ്ട് കിട്ടുന്നതിൻ്റെ മാക്സിമം പണി കൊടുക്കാനായിട്ട് തന്നെ പാർട്ടി നോക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് നോക്കും. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ചെന്ന് നിൽക്കുന്നത് ഡ്രൈവർക്ക് നേരെയാണ്. കാരണം ഡ്രൈവർ കൊടുത്ത പരാതിക്ക് പോലീസുകാർ ഇന്നേ വരെ ഈ ഒരു സമയം വരെ കേസ് എടുത്തിട്ടില്ല. അതേസമയം മേയറും MLAയും കൊടുത്ത കേസിന് ഉടനടി പരിഹാരം കണ്ടെത്തി നമ്മുടെ യദുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ യദു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ യദുവിനെ എതിരെടുത്തിരിക്കുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെ അപമര്യാദയായിട്ട് പെരുമാറി, ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്ന രീതിയിലൊക്കെയാണ് യദുവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉൾത്തിരിഞ്ഞൊരു സംശയം വേറൊന്നുമില്ല. നമ്മുടെ കാരണഭൂതം കഴിഞ്ഞു കഴിഞ്ഞാൽ
അടുത്ത പവർ നമ്മുടെ തിരുവനന്തപുരം മേയർക്കാണെന്നുള്ളത്. രാജാവിന് എന്ത് ക്യൂ വഴിയൊരുക്കൂ, നമ്മുടെ ജഗതി പറഞ്ഞ പോലെ. അങ്ങനെയാണോ മേയറുടെ അവസ്ഥ? ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ. പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു റബ്ബർ സ്റ്റാമ്പായിട്ടുള്ളൊരു മേയറാണ് ആര്യ രാജേന്ദ്രൻ. അങ്ങനെ വേണം പറയാനായിട്ട്. കാരണം തസ്തികകളിലേക്ക് ഒഴിവുകൾ വരുമ്പോൾ നേരെ അയക്കുന്നത് പാർട്ടിക്കാണ് ലെറ്റർ അയക്കുന്നത്. ഇത്രയും ഒഴിവുകളുണ്ട്, കാര്യങ്ങളുണ്ട്, മറ്റേതാണ് മറിച്ചാണ്, നേരെ പാർട്ടിക്ക് അയക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മേയർ. ആ മേയർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും പാർട്ടിയും ഒന്നിച്ച് നിൽക്കും. ഈ പാവം ഡ്രൈവറിൻ്റെ പണി പോകും. KSRTC അത്ര നല്ലതാണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. KSRTCയിലെ ഡ്രൈവർമാർ അത്ര മിടുക്കന്മാരാണെന്നോ അല്ലെങ്കിൽ അവർ ഡ്രൈവിംഗ് നടപടി നോക്കിയിട്ടൊക്കെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ടാവാം. പക്ഷേ അവരവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. നേരെ ചൊവ്വേ ശമ്പളം കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ ലോങ് സർവീസൊക്കെ നടത്തുമ്പോൾ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരവരുടെ കാര്യങ്ങൾ മുട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് റാഷ് ഡ്രൈവിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. റാഷ് ഡ്രൈവിംഗ് നടത്തുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. KSRTCയുടെ ചില ഭാഗങ്ങൾ കാണുമ്പോഴും നമുക്ക് കുറ്റപ്പെടുത്താൻ തോന്നും. പക്ഷേ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ പരാതിക്ക് മാത്രം കേസ് എടുത്തത് വളരെ മോശമായി പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം KSRTCയുടെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മേയർക്കും അതേപോലെ തന്നെ മേയറുടെ ഭർത്താവായ MLAക്കുമെതിരെ കേസെടുത്തിട്ടില്ല. ഇതൊരു സാധാരണക്കാരനാണ് ഇത് ചെയ്തതെങ്കിൽ അവൻ്റെ പേരിൽ ഈ ഒരു വകുപ്പ് വന്നാണ്. അപ്പോൾ ആ ഒരു വകുപ്പ് മേയറുടെ പേരിലും MLAയുടെ പേരിലും എടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള കൈരളി ന്യൂസിൻ്റെ റിപ്പോർട്ടിംഗ് കണ്ടപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി.